അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ പാലക്കാടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് എന്താ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ സർക്കസിന് വന്ന ദിവസമാണ് നമ്മൾ ഇങ്ങോട്ടും എക്സിബിഷനിക്കും വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫിയമോളുടെ കയ്യിലൊക്കെ പിടിച്ച് ഫിയാൻ്റെ യൂണിക്കോൺ ബാഗൊക്കെ തൂക്കി ഞങ്ങൾ പോകുക കേട്ടോ. പിന്നെ കുറേ റൈഡ്സും ഉണ്ട് കേട്ടോ. പിന്നെ അമ്മമാർക്ക് ചെടികളൊക്കെ നോക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ മാമ ടിക്കറ്റ് എടുക്കാൻ പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ടിക്കറ്റിൻ്റെ ആളിനെയൊക്കെ കണ്ട് ഞങ്ങൾ അവതാറിൻ്റെ എന്താ തീമൊക്കെ കണ്ട് ഇങ്ങനെ നോക്കണം. അപ്പോഴേക്കും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഉള്ളിൽ കയറിയിട്ട് കാളവണ്ടി ഇല്ലേ നമ്മുടെ, അത് ഒറിജിനൽ ഒന്നും അല്ല കേട്ടോ, നമ്മൾ ഫേക്കാണ്. അപ്പോൾ അത് ഫിയൊക്കെ കണ്ട് രസിച്ച് അത് കഴിഞ്ഞിട്ട് ഫിയ പാട്ടൊക്കെ പാടിയിട്ടോ. അതിൻ്റെ ഇവിടെ നമ്മൾ വന്നിരിക്കണപ്പോൾ മറ്റേ നമ്മളൊരു കുളത്തിൽ പൂവൊക്കെ ഇങ്ങനെ നട്ട് വെച്ച് മാതിരി ഭയങ്കര രസമുള്ള ഒരു ഷൂട്ടിനാണ് കേട്ടോ നിൽക്കണം. അപ്പോൾ ഫിയമോൾ ഷൂട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഫിയ ഒരേ ഡാൻസാണ് കേട്ടോ. അവൾക്ക് ഡാൻസ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്നിട്ട് ഫിയമോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെയും കളിക്കാം കേട്ടോ. അവളുടെ ഒരു കളി അല്ലേ ഗായ്സ്, നമ്മുടെ നടക്കില്ല. അപ്പോൾ ഫിയമോൾ അങ്ങനെ ഡാൻസും കളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ അവളുടെ കാണണം കേട്ടോ, ഫിയമോൾ ഡാൻസ് കളിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഫിയമോള് മരത്തിൻ്റെ അവിടെ എത്തി. ഇതൊക്കെ ഫേക്കാണ് കേട്ടോ. എന്നാലും ഫിയമോള് സൂപ്പറായിരുന്നു കേട്ടോ. ഫിയമോള് പറയാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു താത്ത, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാനൊരു ഡാൻസ് കളിക്കട്ടെ, ഞങ്ങളുടെ ഡാൻസ് കളിച്ചു അല്ലേ. അപ്പോൾ ഫിയമോൾക്ക് ഡാൻസ് തന്നെ അവളുടെ ജീവൻ കേട്ടോ ഡാൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവളിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ യോയൊക്കെ കാണിച്ചാൽ അത് ഞങ്ങൾ ഈ അവതാറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. അപ്പോൾ അവർ വെൽക്കം പൂവുകളൊക്കെ ഇങ്ങനെ വെച്ചു കേട്ടോ. കുട്ടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫിയമോള് നേരെ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഫിയമോളെ എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഞ്ഞു സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടി. പിന്നെയും ഫിയമോള് ഞങ്ങളെ കുളത്തിൻ്റെ അകത്ത് ഫിയമോള് പിന്നെയും ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവതാറിൻ്റെ ഉള്ളിലെത്തിക്കഴിച്ച് അവതാർ തീമിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അവതാറിൻ്റെ ലോങ് വീഡിയോ ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിയമോള് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫിയമോളിനെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കുഞ്ഞു മരങ്ങളും പിന്നെ ലൈറ്റ്സൊക്കെ നോക്കിക്കുക ഭയങ്കര രസമുണ്ടല്ലേ. പിന്നെ താഴെ ഒരു പഞ്ഞികളൊക്കെ ഉണ്ട് അല്ലേ, ലൈറ്റ്സ് ഗ്രീൻ കളറുണ്ടോ. പിന്നെ ഈ മൃഗത്തിനെ കണ്ടിട്ട് ഫിയമോള് പറയുക എനിക്ക് പേടിയാണ് ലൈത്തത്താന്നൊക്കെ പറഞ്ഞിട്ടോ. ആയിലൊക്കെ പറയാം നീ പോന്ന് ആ മൃഗത്തിനൊക്കെ കണ്ടിട്ട് കേട്ടോ. ആയും പൊളിച്ച് നിൽക്കുന്നുണ്ട്, ടൈഗറിനെ മാതിരി ഉണ്ട് അല്ലേ. പിന്നെ ഈ പ്ലാന്റ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ പ്ലാന്റ് മറന്നു കേട്ടോ. എന്തോ ഒരു പറയാം ഈ പ്ലാന്റിന്, അതൊക്കെ വിട്ടെ. അപ്പം നമ്മൾ നോക്കിക്കേ ജെല്ലി ഫിഷൊക്കെ നമ്മൾ വാട്ടറിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയാലല്ലേ ജെല്ലി ഫിഷ് കാണുള്ളൂ. പക്ഷേ ഇവരിൻ്റെ ലോകത്തിൽ അവതാറിൻ്റെ ലോകത്ത് ജെല്ലി ഫിഷുകളൊക്കെ നമ്മുടെ നമ്മുടെ കരയിൽ തന്നെ ഇവരിൻ്റെ ജെല്ലികളൊക്കെ ഇങ്ങനെ തൂങ്ങി. പിന്നെ ഈ നമ്മുടെ ഈ കർവ്ഡ് മരം കുറേ കണ്ടു കേട്ടോ. ഈ മരം കണ്ട് മടുത്തവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. നോക്കുമ്പോൾ എനിക്ക് കണ്ട് എൻ്റെ തല എന്തോ ഒരു മാതിരി കേട്ടോ. ഇത് കണ്ടുകൊണ്ടേയിരുന്നപ്പോൾ എനിക്ക് എന്തോ മാതിരി തോന്നി. പിന്നെ ജെല്ലി ഫിഷുകളിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ ലോകം ശരിക്കും പറഞ്ഞാൽ അടിപൊളി ലോകം കേട്ടോ. ഫിയമോള് പറയാം എനിക്ക് ഇവിടെ ബെഡ് ഇട്ടിരുന്നു. അങ്ങനെ ഞാനും ഫിയും കൂടി മഷ്റൂംസ് കാണാൻ പോയിട്ടാണ്. അപ്പം മഷ്റൂംസ് നല്ല വലിയ മഷ്റൂംസ് ആയിരുന്നു. പിന്നെ ഈ പരുന്തിനെ കണ്ടപ്പോൾ ഫിയമോൾ ആകെ പേടിച്ച് എന്തോ മാതിരിയായി. ഞാൻ പറഞ്ഞു ഫിയമോളെ അത് ഒറിജിനൽ അല്ല ഫേക്കാണെന്ന് പറഞ്ഞപ്പോൾ അല്ല അത് ഒറിജിനൽ, അതിൻ്റെ വിങ്സ് ഇങ്ങനെ പറക്കണ കാണുമ്പോൾ ഒറിജിനലാണെന്ന് തോന്നും കേട്ടോ. ഈ ഫിലിമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ വായും പൊളിച്ച് നിൽക്കണ കാണുമ്പോൾ അവൾക്ക് പേടി വന്നു. അതെനിക്ക് ഈ ലോകത്തേക്ക് ഇറങ്ങി അടിപൊളി ലോകം കേട്ടോ. ഇവിടെ ഒരു അവതാറും ഇല്ല. അതുപോലെ ഞങ്ങൾ കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ അവിടെ ഫേക്കായിട്ട് നിൽക്കുന്ന സ്റ്റാച്ചു അവതാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പഞ്ഞികളും ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാൻ പറ്റാത്ത അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫിയമോൾക്കാണെങ്കിലോ ഫിയമോൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുക. ഈ ദിവസമല്ലേ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളെ അങ്ങനെ ആധാറിൻ്റെ സ്റ്റാച്ച് കണ്ടു ഗൈസ്. 2 ഉണ്ടായിരുന്നു കേട്ടോ. ഫിയമോൾ അതൊക്കെ കണ്ട അവരെ പോലെ ഫിയമോൾ നിൽക്കുക കേട്ടോ. അമ്പും പിടിച്ചിട്ട് ഫിയമോൾ അതേപോലെ തന്നെ നിൽക്കുക കേട്ടോ. പിന്നെ ഓടിക്കളിക്കുക, ആയിലും ഓടിക്കളിക്കുക. ഇവർ സർക്കസിൽ കണ്ട പോലെ അതൊക്കെ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അങ്ങനെ ഇവർ കണ്ടോ ചെയ്യണം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ നിങ്ങൾ.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിങ്ക് ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, നല്ല രസമുണ്ട് അല്ലേ പിങ്ക് ലൈറ്റ്സ്. നിങ്ങൾക്ക് പിങ്ക് കളർ ഏത് കളറാണ് ഇഷ്ടം കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഇന്ന് കുറേ കമൻറ്റ്സ് വരുന്നില്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആധാറിൻ്റെ സ്റ്റാച്ചൊക്കെ കണ്ട് ഫിയമോൾ അങ്ങനെ തന്നെ നിൽക്കട്ടോ അവനെ പോലെ. പിന്നെ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അവളുടെ പണി ഇതൊക്കെയാണല്ലേ. ഞാൻ പിന്നെ സ്റ്റാച്ചു നോക്കി എവിടെയോ പോയി നിന്നു കേട്ടോ. അവരൊക്കെ ഇത് സ്പ്രേ പോലെ എന്തോ ഒരു ഇത് അടിക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ. ശരിക്കും നമ്മൾ ഒരു ഫീലിംഗ് അവതാറിൻ്റെ ലോകത്തെത്തി എന്നാണ് ഇല്ലേ ഗൈസ്. അങ്ങനെ ഈ നോക്ക് കുറേ ചെടികളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ലോകം കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫിയമോള് ഓടി 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 അങ്ങനെ ഇവിടെ എത്തി. പിന്നെ ഈ ഹോഴ്സ്, നമ്മുടെ രാജ്യത്തൊക്കെ ഹോഴ്സ് നേരെ ഉണ്ടാവില്ലേ, പക്ഷെ അവൻ്റെ രാജ്യത്ത് ഹോഴ്സ് വേറെയാണ്, പരുന്ത് വേറെയാണ്, അങ്ങനെ കുറേ എന്താ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ബാക്ക് കളക്ഷൻസൊക്കെ പോയിട്ടോ, പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് ജാറിൻ്റെ ഇവിടെയും തുണികളൊക്കെ ഇങ്ങനെ നോക്കി, പക്ഷെ മേടിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫിയമോളൊക്കെ ഓടി 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 പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജഗ്സൊക്കെ നോക്കി, പക്ഷേ റേറ്റ് കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. ഇത്രയും റേറ്റ് ഉണ്ടോ. പിന്നെ ഞങ്ങൾ സോഫൻ്റെ കളക്ഷൻസിൻ്റെ അവിടെ പോയിട്ടോ. ഫിയമോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീഡി മുട്ടായും ഈ മുട്ടായികളൊക്കെ ഞങ്ങൾ മേടിക്കാൻ പോയി. അടിപൊളി മുട്ടായി കളേഴ്സായിരുന്നു കേട്ടോ. നമ്മൾ പണ്ട് കഴിച്ചൊരു ഫീലിംഗ് പോലെയല്ലോ. എൻ്റെ ഉമ്മയൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. അതിന് നമ്മൾ മേളയ്ക്ക് പോയിട്ട് ഗാനമേള. അപ്പോൾ ഫിയമോൾ അവർ പാട്ട് പാടുമ്പോൾ ഫിയമോളും അവിടെ ഡാൻസ് കളിക്കുക. അത് ഗൈസ് നമ്മൾ എന്താ പറഞ്ഞാൽ കണ്ടപ്പോൾ ഫിയാൻ്റെ മനസ്സങ്ങട് പൊട്ടിത്തെറിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് എന്താ പറഞ്ഞാൽ അന്ന് അവൾ ആക്കിയപ്പോൾ താഴെ ഇങ്ങനെ വരുന്നുണ്ടോ അവിടെ ആ സൈഡിൽ ഇങ്ങനെ വരുമ്പോൾ ഫിയമോൾക്ക് അവൾ മലയിൽ ചാടണോ അതിൽ ഫീലിംഗ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫിയമോൾ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇപ്പത്തെ, ഞാൻ പേടിക്കില്ല, ഞാൻ നിലവിളിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കേട്ടിപ്പിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ അടവുകളൊക്കെ കാണിച്ച് കണ്ട ഫിയമോളെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഊഞ്ഞാലിൽ എന്താ പറയുക ഓർമ്മയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ റൈറ്റ്സിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഫിയമോൾ ഇതിൽ കാരണം അതിൽ കാരണം എന്തൊക്കെ കാരണമല്ലേ നമ്മുടെ ഫിയമോൾക്ക് എല്ലാ റൈറ്റ്സിലും ശരിക്കും പറഞ്ഞാൽ എല്ലാ റൈറ്റ്സിലും കാണും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ കൂകി നിലവിളിച്ച് എന്തൊക്കെയൊക്കെയോ ആക്കി അവൾക്ക് റൈറ്റ്സ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. വീട്ടിൽ വന്നാൽ തന്നെ അവൾ കളിച്ചുകൊണ്ടേയിരിക്കും. അവൾക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും ഫിയമോളൊക്കെ ഓടിക്കളിച്ചോട്ടെ. ഞങ്ങൾ തൊട്ടാപ്പെടുത്തും അതേപോലെ ഇതൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആയിലൂനെയും ഇച്ചൂനെയും ലിയാമോനെയും എത്തിയിട്ടോ. ലിയാമോന് നോക്കിയോട്ടെ ഇപ്പം വരും കേട്ടോ. ലിയാമോനെ ഇപ്പം ഇരുത്തിയില്ല കേട്ടോ, ഇടയിൽ വെച്ചിട്ടാണ് കേട്ടോ അവനെ ഇരുത്തിയത്. എന്നുവെച്ചാൽ അവനക്ക് പോണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൺകുട്ടികൾക്കൊക്കെ കാറ് ഭയങ്കര ഇഷ്ടമല്ലേ, അതേപോലെ തന്നെ നമ്മുടെ ആയിലൂനും ഇച്ചൂനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പം നമ്മുടെ ലിയാമോന് വരും കേട്ടോ. നോക്കിയോട്ടോ ഇച്ചുവിൻ്റെ കൂടെ കണ്ട ലിയാമോന് ആ കുഞ്ഞു കുട്ടി കണ്ട അതാണ് ലിയാമോൻ കേട്ടോ. ഇച്ചു ആയിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ലിയാനുവിനെ അതിനെയും കാട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിട്ട് ഞാനും ഫീയൊക്കെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കയറാൻ പറ്റില്ല, ഞങ്ങൾ വലിയ കുട്ടികളായല്ലേ. ഇസാനെ ലിയാനുവിനും പിന്നെ ആയിലൂനും കയറാൻ പറ്റും കേട്ടോ. എനിക്ക് ഞങ്ങൾ വലിയ കുട്ടികളായല്ലേ, ഞങ്ങൾ ഇതിൽ കയറി ഞങ്ങളെന്താ ചെറിയ കുട്ടികളാണോ തോന്നുന്നുണ്ട്. അത് നമ്മുടെ ഇതിൽ കയറി ഇതെന്താ കാർ റൈഡിങ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഫിയാൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയും പിന്നെ ആയിലുവിൻ്റെ ഉമ്മയും പിന്നെ നെസിയാൻ്റിൻ്റെ ആങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് താത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉമ്മമാരൊക്കെ കൂടിയിട്ട് ഇതിൽ കയറി, ഞങ്ങളറിയാണ്ട് കയറി കേട്ടോ അല്ലേ. അപ്പോൾ നമ്മുടെ ഉമ്മമാർ ഇങ്ങനെ തന്നെ നമ്മൾ കൂട്ടാണ്ട് ഇങ്ങനെ കയറില്ലേ. ചിലപ്പോൾ വലിയ റൈഡാണെങ്കിൽ അമ്മമാർക്ക് മാത്രം കയറാൻ പറ്റുള്ളൂ, നമുക്ക് കയറാൻ പറ്റില്ല അല്ലേ. അങ്ങനെയാണ് ഞാനും ഫിയോ ആയിലും ലിയാനും കൂടിയിട്ട് ഇങ്ങനെ തൊട്ടാപ്പെടുത്തം കളിക്കാം. അതുകൊണ്ട് കാറുകൾ കാണുമ്പോൾ എൻ്റെ ഉമ്മയും ഇവരൊക്കെ എണീറ്റിട്ട് വന്നപ്പോൾ തല കറങ്ങി അവിടെ എന്തോ മാതിരി കേട്ടോ, തോന്നിയത് മാതിരി കേട്ടോ. അവിടെ തല കറങ്ങണ മാതിരി ഫീലിങ് കേട്ടോ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുതിൽ കയറിയിട്ട് ആയിലും ഒറ്റ വീടിൽ ഗൈസ് കളിയാക്കണ്ട അല്ലേ. അപ്പോൾ ഫിയമോളും ആയിലും കൂടിയിട്ട്
ആയിലും ഫിയമോളും കൂടിയിട്ട് ഇസാനും ഞങ്ങളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ഗൈസ്. നല്ല രസമുണ്ടല്ലേ ഒരു ഇതാണ് കാണുമ്പോൾ. ഞാൻ പിന്നെ ആയിലോനെ സഹായിക്കാം കേട്ടോ. ഇങ്ങനെ പിടിച്ച് ഇച്ചു അപ്പിക്കാൻ മേലെ എത്തി കേട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കയറുകയാണെന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് അതാ ഇച്ചുമോൻ അതാ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇച്ചുമോനൊക്കെ നിൽക്കുന്നുണ്ട്. അത് എനിക്ക് നന്നായിട്ട് വിഷമം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാലക്കാടല്ല കേട്ടോ, ഞങ്ങൾ നെഹദിക്ക് പോയിട്ടോ. പാലക്കാട് തന്നെ കേട്ടോ, നെഹദിക്ക് പോയിട്ടോ. അപ്പം നെഹദി കുഴിമന്തി ഞങ്ങളെപ്പോഴും പാലക്കാട് വന്ന് ഞങ്ങൾ ഏറ്റവും സ്ഥിരം പരിപാടി ഞങ്ങളുടെ നെഹദിക്ക് പോകാനായിരുന്നു കേട്ടോ. അപ്പം നമ്മളങ്ങനെ എന്താ ഇച്ചുമൊക്കെ സൗണ്ട് ഉണ്ടാക്കിയില്ലേ ഗൈസ്. ഇച്ചും ആയിലും ഞങ്ങളൊക്കെ മജിലീസിൻ്റെ അവിടെയാണ് ഇരുന്നത്. പിന്നെ ലിയാൻ അവിടെ അറ്റത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചൊക്കെ മമ്മ എപ്പം തരും വേണ്ടിട്ട്. പിന്നെ അവന് ബൈക്കും കൊണ്ടൊക്കെ അങ്ങനെ ഗൈസ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനം വന്നു കേട്ടോ. പിന്നെ ഈ ഒരു മയം ഇത് ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ മസ്റ്റ് ട്രെയിനായിട്ട് നമ്മൾ നെഹദി കുഴിമന്തിക്ക് വരണം കേട്ടോ. എല്ലാവരും വരണം കേട്ടോ, നമ്മൾ മാത്രമല്ല കേട്ടോ. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എക്സിബിഷനിക്കും എല്ലാവിടേക്കും വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.